ഈശംശയ്ക്കും സ്തുതിയായിരിക്കട്ടെ. മാന്യസദസ്സിന് വന്ദനം. ആധുനികതയും മാനവികതയും. നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് ഒരു പഴയ ചരിത്രമുണ്ട്. മണ്ണിൽ പണിയെടുക്കുന്ന ഓരോ കർഷകന്റെയും ചരിത്രം. മണ്ണിനോടും മലയോടും മഞ്ഞിനോടും മലം പാമ്പിനോടും പടവെട്ടിയും പിടിച്ചടക്കിയും വളർന്നു വന്ന കർഷക ചരിത്രം. തൊട്ടടുത്ത കുടിലുള്ളവന് ഉണ്ണാനും ഉടുക്കാനുമില്ലെങ്കിൽ സ്വന്തമായുള്ള പങ്കിട്ട് കൊടുക്കുന്ന കർഷക ചരിത്രം. അടിമച്ചങ്ങളുടെയും കുടിയിറക്കലുകളുടെയും നടുവിൽ കൂടെ നിന്നവർക്ക് വേണ്ടി ജീവൻ കൊടുത്തും പടപൊരുതിയ നേതാക്കന്മാരുണ്ടായിരുന്നു അന്ന്. കാലത്തിനും കോലത്തിനുമൊപ്പം ആധുനികതയുടെ പേര് വിളിച്ചോതി ജനം മുന്നോട്ടു നീങ്ങിയപ്പോൾ സഹോദര്യവും മാനുഷിക മൂല്യങ്ങളും പിന്തുടർന്നു വന്ന സംസ്കാരങ്ങളും നഷ്ടപ്പെട്ടു തുടങ്ങി. മകൻ അമ്മയെ കൊല്ലുന്നു, അമ്മ മക്കളെ കൊല്ലുന്നു, അച്ഛൻ മകളെ പീഡിപ്പിക്കുന്നു തുടങ്ങിയ മനുഷ്യത്വമില്ലായ്മയുടെ യുവതലമുറ. രക്തം രക്തത്തെ കൊല്ലുന്ന കാഴ്ച. കള്ളന്മാർക്കും കൊലപാതകൾക്കും ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രീയ തന്ത്രികളും നിയമ വ്യവസ്ഥിതിയും. സംസ്കാരവും സാംസ്കാരിക മൂല്യങ്ങളും എന്തെന്ന് പോലും തിരിച്ചറിയാതെ വളർന്നു വരുന്ന യുവതലമുറ. മദ്യവും മയക്കുമരുന്ന് പോലുള്ള ലഹരികൾക്ക് അടിമപ്പെടുമ്പോൾ അവർ ചിന്തിക്കുന്നില്ല സ്വന്തം വ്യക്തിത്വം മാത്രമല്ല, സ്വന്തം കുടുംബവും നാടും നമ്മുടെ രാഷ്ട്രത്തിന്റെ പൈതൃകം കൂടിയാണ് നഷ്ടപ്പെടുന്നതെന്ന്. സത്യത്തിനു വേണ്ടി, സാമോദര്യത്തിനു വേണ്ടി, സഹോദര്യത്തിനു വേണ്ടി നെഞ്ചുറപ്പോടെ, കാലുറപ്പോടെ, കരുളുറപ്പോടെ ചില കാര്യങ്ങളിൽ പ്രവേശിക്കാനും ചിലത് പ്രവർത്തിക്കാനുമുണ്ട്. അങ്ങനെ പ്രവർത്തിക്കാനുള്ള സമയമാണിത്. നമ്മുടെ നാടിന്റെ പരിവർത്തനം ഈ കൊച്ചുകാലത്തിൽ നിന്ന് ആരംഭിക്കണം. ആധുനിക ലോകത്തിന്റെ കരുത്തുറ്റ വ്യക്തികൾ ശക്തിയാർജിക്കണം. നാടും നഗരവും കൈകോർക്കണം. സാഹോദര്യവും മാനവികതയും ഈ നാട് കൺതുറക്കട്ടെ. നന്ദി.